വഴിധാരയിലൂടെ തിരങ്കായാത്ര കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ നാടിന്റെ വീതികളിലൂടെ കടന്നു വരികയാണ്. തിരക്കായി ജീവൻ ബലിയർപ്പിച്ച അനേകായിരം ധീരദേശാഭിമാനികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരേ വികാരം, ഒരേ ശബ്ദം, ഒരേ ഭാരതം. ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ആഹ്വാനത്തിന് കീഴിൽ ദേശീയ പതാകയോടുള്ള ആദരവും രാജ്യത്തോടുള്ള സ്നേഹവും ഹൃദയത്തിലേറ്റി ഇതാ ഈ വഴിധാരയിലൂടെ തിരങ്കായാത്ര കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച അനേകായിരം വഴിധാരയെ ധന്യമാക്കിക്കൊണ്ട്, ഈ ഗ്രാമവീതിയെ ധന്യമാക്കിക്കൊണ്ട്, ഈ നഗരവീതിയെ ധന്യമാക്കിക്കൊണ്ട്, ഈ കടത്തനാടിന്റെ മണ്ണിനെ പുളകമണിയിച്ചുകൊണ്ട് ഈ വഴിധാരയിലൂടെ കടന്നു വരികയാണ്. പ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രം ദേശീയ പതാക മാറ്റാം. ദേശീയ പതാക കയ്യിൽ തന്നെ ജില്ലാ ഭാരവാഹികളും ദേശീയ പതാക എല്ലാവരും നമ്മുടെ ദേശീയ പതാക കയ്യിൽ തന്നെ പിടിക്കുക. ഓരോ കസേരയ്ക്കും നേരെ നിൽക്കുക. പ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷം മാത്രം നമുക്ക് ദേശീയ പതാക മാറ്റാം. ആ വലിയ പതാക നേരെ നടുവെ ഒരു 3 തവണ മടക്കും. ആ വെളിപ്പം തന്നെ നേരെ മടക്കിയാൽ മതി. ദേശീയ പതാക കയ്യിലുള്ള എല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് കയറി നിൽക്കുക. രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളാണ് നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ആഹ്വാനപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ട് കോഴിക്കോട് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരംഗയാത്രയാണ് ഈ ചത്തുരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ പൗരന്മാരും തയ്യാറാണ് എന്നുള്ള ആഹ്വാനമാണ് ഇവിടെ നടന്ന ഈ തിരംഗയാത്രയിൽ നമ്മളെല്ലാവരും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതമാതാവിന്റെ മുന്നിൽ ദേശീയ ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ജീവനും ജീവിതവും സമർപ്പിച്ച അസംഖ്യം ധീരദേശാഭിമാനികളുടെ ത്യാഗം ഞാൻ എന്നും ആദരവോടെ സ്മരിക്കും. വന്ദേ മാതരം എന്ന മഹത്തായ ദേശീയ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയ അവകാശങ്ങളെ പോലെ രാജ്യത്തോടുള്ള എന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും സത്യസന്ധമായി നിറവേറ്റും. ജാതി, മതം, ഭാഷ, പ്രദേശം
എന്നീ വ്യത്യാസങ്ങൾക്കതീതമായി ഭാരതം എന്റെ മാതൃഭൂമിയാണെന്നും എല്ലാ ഭാരതീയരും എന്റെ സഹോദരീ സഹോദരന്മാരാണെന്നും എന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിക്കും. സ്വാതന്ത്ര്യവും സ്വാഭിമാനവും എല്ലാ സാഹചര്യങ്ങളിലും കാത്തുസൂക്ഷിക്കും. മഹത്വവും മാനവും എന്നും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ശക്തവും സമൃദ്ധവും സ്വയം പര്യാപ്തവും വികസിതവുമായ ഭാരതത്തിനായി എന്റെ കഴിവും അധ്വാനവും സേവനവും സമർപ്പിക്കും. മാതൃഭൂമിയോടുള്ള സ്നേഹം എന്റെ ശക്തിയാകട്ടെ. രാജ്യസേവനം എന്റെ കടമയാകട്ടെ. ദേശാഭിമാനികൾക്കും എല്ലാവർക്കും ഈ പ്രദേശത്തെ നാട്ടുകാർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ബഹുമാനനായ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ആഹ്വാനമനുസരിച്ച് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ രാജ്യം മുഴുവൻ ഈ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് രാജ്യവ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറെ സന്തോഷം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സമയത്തും ഒട്ടേറെ ആശങ്കകളും വല്ലാത്ത വിഷമവും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. കാരണം കുറച്ചു ദിവസങ്ങളായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, നേരത്തെ അതിമനോഹരമായി നമ്മൾ പാടിക്കേട്ട, നമ്മൾ ഏറ്റുചൊല്ലിയ വന്ദേമാതരം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ച ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഈ ഭാരതഭൂമിയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ഗീതം എന്ന് പറയുന്ന ഓരോ ദേശസ്നേഹിയും നെഞ്ചോട് ചേർത്ത് കൈവേ ചേർത്ത് വെച്ച് ചൊല്ലിയിരുന്ന വന്ദേമാതരം, ആ വന്ദേമാതരം ഇന്ന് ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വന്ദേമാതരം ചൊല്ലാൻ പാടില്ലത്രേ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റുചൊല്ലിയ ഗീതമാണ്. ഈ ഭാരതത്തെ ഒന്നായി ചേർത്ത് നിർത്തിയ ഗീതമാണ് വന്ദേമാതരം എന്ന് പറയുന്നത്. ആ വന്ദേമാതരം ഇന്ന് ചിലർക്ക് നിഷിദ്ധമാണ്. കേവലം മതമൗലികവാദികളുടെ ഫത്വകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർ മാറുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുകയാണ്. വീര സവർക്കറെ കുറിച്ച് ഈ ഭാരതത്തിലെ ദേശാഭിമാനികൾക്ക് മറ്റൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല. വീര സവർക്കറെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന, ബ്രിട്ടീഷ് സർക്കാരിന് എന്നും പേടി സ്വപ്നമായിരുന്ന ധീരദേശാഭിമാനിയായിട്ടുള്ള വീര സവർക്കർ, എത്രമാത്രം നരകതുല്യമായ ജീവിതമായിരുന്നു അദ്ദേഹം ജയിലറക്കുള്ളിൽ കഴിച്ചുകൂട്ടിയത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചാൽ മനസ്സിലാകും, അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. മറ്റൊരു രാഷ്ട്രീയ നേതാവും വീര സവർക്കറിനെ പോലെ കൊടിയ യാതനകൾ അനുഭവിച്ചിട്ടില്ല. അത്രമാത്രം ബ്രിട്ടീഷുകാർക്ക് കണ്ണിലെ കരടായിരുന്നു വീര സവർക്കർ എന്ന് പറയുന്ന ധീരദേശാഭിമാനി. ഇന്ന് വീര സവർക്കർ എന്ന് കേട്ടാൽ ഇവിടുത്തെ മതമൗലികവാദികൾക്ക് മാത്രമല്ല മറ്റു ചില ആളുകൾക്ക് കൂടി കാലിളകുകയാണ്. മതമൗലികവാദികൾക്ക് ദേശീയ ബിംബങ്ങളെ, ദേശീയ നേതാക്കന്മാരെ എല്ലാവരെയും കാണുമ്പോൾ ഹാലിളകും. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ അവകാശമുണ്ട് എന്ന് പറയുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ പോലും വീര സവർക്കർക്കെതിരായി നിലപാടുകൾ എടുക്കുമ്പോൾ എവിടേക്കാണ് നമ്മുടെ ഈ കേരളം പോകുന്നത് എന്ന് ഒരു പുനർവിചിന്തനം നമ്മൾ ഓരോരുത്തരും നടത്തണമെന്ന് കൂടി ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രവർത്തകർ, അമ്മമാർ, സഹോദരിമാർ, ഈ വടകരയിലെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയുമായി ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഛത്തീസ്ഗഡിലെ 100ഓളം ഗ്രാമങ്ങളിൽ 4.5 പതിറ്റാണ്ടിന് ശേഷം നാളെ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് അവിടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. ഒരു ശക്തിക്കും ഭാരതത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാഭിമാനത്തെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല. ഒരു ശക്തിക്കും ഈ ലോകത്ത് ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയാൻ സാധ്യമല്ല.
നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഭാരതം ലോകത്തിലെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു. എന്നാൽ 12 വർഷം കൊണ്ട് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നു. ഭാരതം ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. ഭാരതം ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. ഭാരതം ലോകത്തെ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. ഭാരതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പിന്നോക്കാവസ്ഥയിലും നിരക്ഷരതയിലുമൊക്കെ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഭാരതം മോദി സർക്കാരിന്റെ 12 കൊല്ലത്തെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായി ഇന്ന് പല കാര്യങ്ങളിലും 1ാം സ്ഥാനത്തെത്തി എന്ന് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളെ വരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭാരതം മുന്നേറുകയാണ്. 2020 കോവിഡ് വന്നപ്പോൾ ലോകത്തിന് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്ത ഏറ്റവും കൂടുതൽ എത്തിച്ചു കൊടുത്ത രാജ്യം അത് ഭാരതമായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ന് ഭാരതം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ ശ്രമഫലമായി ഇന്ത്യയിൽ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മളെ ഗ്രാമങ്ങളെയൊക്കെ നല്ല റോഡുകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്നു. ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കാൻ സാധിച്ചു. മോദി സർക്കാർ 2014 അധികാരത്തിൽ വരുമ്പോൾ ഭാരതത്തിലെ 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. എന്നാൽ മോദി സർക്കാർ പ്രഖ്യാപിച്ചു അടുത്ത 1000 ദിവസം കൊണ്ട് ഇന്ത്യയിലെ സമ്പൂർണമായ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുമെന്ന്. 936 ദിവസം കൊണ്ട് ഭാരതത്തിലെ അവസാനത്തെ ഗ്രാമത്തിലും വൈദ്യുതി എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. സർവ ശിക്ഷ അഭിയാനും സമഗ്ര ശിക്ഷ അഭിയാനിലൂടെ ഇന്ന് ഭാരതത്തിലെ ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിൽ വരെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളും സ്മാർട്ട് ലൈബ്രറികളും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ ഫണ്ട് 1000 കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത്. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 365 മെഡിക്കൽ കോളേജുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 800ഓളം മെഡിക്കൽ കോളേജുകൾ ഈ രാജ്യത്തുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 780 സർവകലാശാലകളാണ് ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് 4000 സർവകലാശാലകൾ ഈ രാജ്യത്തുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 90,000 കിലോമീറ്റർ ദേശീയ ഹൈവേകളാണ് ഈ രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 1,50,000 കിലോമീറ്റർ ദേശീയ ഹൈവേകൾ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ 30% റെയിൽവേ മേഖലയിലെ റെയിൽ പാളങ്ങളാണ് വൈദ്യുതീകരിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് 99% റെയിൽ പാളങ്ങളും ഇന്ന് വൈദ്യുതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് വന്ദേ ഭാരത് ഓടുന്നു. ഇന്ന് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമുക്കറിയാം, വടകര ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അതിമനോഹരമായി അത്യാധുനിക സംവിധാനത്തോടുകൂടി വികസിപ്പിച്ചിരിക്കുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പിറകിലായിരുന്നെങ്കിൽ, നാം മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്ത രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് ചന്ദ്രനിൽ ഭാരതത്തിന്റെ ഉപഗ്രഹം ഇറങ്ങി നാം ചന്ദ്രായനിൽ വിജയകരമായി പൂർത്തീകരിച്ച രാജ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ IIT-കളുടെ എണ്ണം 5 or 6 IIT-കളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കഞ്ചിക്കോട് ഉൾപ്പെടെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനത്തും ഇന്ന് IIT-കൾ സ്ഥാപിച്ചിരിക്കുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 5 or 6 എയിംസുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തും എയിംസുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കേരളത്തിലെ എയിംസ് ഇപ്പോൾ 5 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന്റെ ഫലമായി കേരളത്തിൽ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഇങ്ങനെ സർവ്വ മേഖലയിലും നാം ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു.